അണിയറങ്കൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായതായ സംശയം. രാജകുമാരി സ്വദേശികളായ രണ്ടുപേരെയാണ് കാണാതായത്. കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതായതാണെന്നാണ് സംശയം. വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, ഇന്നലെ വൈകിട്ട് മുതലാണ് ഇരുവരെയും കാണാതായതെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. ഇരുവർക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് വിശദാംശങ്ങൾ. നിതിൻ, ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇവരെ കാണാതായതായിട്ടുള്ള വാർത്ത പ്രചരിച്ചത്. ഇതിനെ തുടർന്ന് രാജകുമാരിയിലും പൂപ്പാറയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവരെ കണ്ടെത്തുവാനായില്ല. ഇതിനുശേഷം ഇന്ന് രാവിലെയോട് കൂടിയിട്ട് ഇവരുടെ ഇരുചക്ര വാഹനവും അതുപോലെ തന്നെ ചെരുപ്പുകളും മറ്റ് സാമഗ്രികളും ഒക്കെ തന്നെ യാനയിറങ്കൽ ഡാമിന് സമീപത്ത് നിന്നും കണ്ടെത്തുകയായിരുന്നു. ഇവര് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാൽവഴുതി വീണതാവാമെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു നിഗമനം. ഇപ്പോൾ അടിമാലി, നെടുങ്കണ്ടം ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ എത്തി ഇപ്പോൾ തെരച്ചിൽ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നാട്ടുകാർ മാത്രമാണ് മേഖലയിലുള്ളത്. അതുപോലെ തന്നെ ശാന്തൻപാറ പോലീസിന്റെ സംഘവും സ്ഥലത്ത് തെരച്ചിൽ നടത്തുവാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫയർഫോഴ്സിന്റെ സഹായമില്ലാതെ ഇവിടെ തെരച്ചിൽ നടത്തുവാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് വലിയ ആഴത്തിലാണ് ജലമുള്ളത്. ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ കൂടി ആനയിറങ്കൽ ജലാശയത്തിൽ എപ്പോഴും ജലലഭ്യത കൂടുതലുള്ള ഡാമായതിനാൽ തന്നെ വളരെ ആഴത്തിൽ ജലമുണ്ട്. ഇതിനാൽ തന്നെ ഫയർഫോഴ്സിന്റെ സംഘമെത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നടത്തുന്നത്. അതിനുശേഷം ഫലമുണ്ടാവാതെ വരികയാണെങ്കിൽ എറണാകുളത്ത് നിന്നും സ്കൂബ ടീമിനെ എത്തിച്ചും പരിശോധന നടത്തും. എന്താണെങ്കിലും ഇപ്പോൾ പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ.